ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്ന അസംബ്ലി ലൈൻ ബാലൻസിങ്. എന്താണ് ഈ അസംബ്ലി ലൈൻ ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ ലൈനെ ഒന്ന് ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ അസംബ്ലി ലൈനെ ഒന്ന് ബാലൻസ് ചെയ്യുക. ഈ ഒരു ടേം ശരിക്കും യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലാണ്. അതായത് അസൈനിങ് ടാസ്ക് ടു വർക്ക് സ്റ്റേഷൻ ഇൻ എ സീരിയൽ പ്രൊഡക്ഷൻ സിസ്റ്റം. കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഫേമിൽ ഓരോ വർക്ക് സ്റ്റേഷനിലും എന്ത് ടാസ്ക് അസൈൻ ചെയ്യണം എന്ന് നമ്മളൊരു ഡെസിഷൻ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഉപയോഗിക്കാറുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അസംബ്ലി ലൈൻസ് ആർ യൂസ്ഡ് ഹൈ പ്രൊഡക്ഷൻ സിറ്റുവേഷൻ, ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന സിറ്റുവേഷനിലും വേർ ദ വർക്ക് ടു ബി പെർഫോംഡ്, എവിടെയാണ് ആ വർക്ക് പെർഫോം ചെയ്യേണ്ടത്, ആൻഡ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ടാസ്ക്, ആ ഒരു വലിയ വർക്കിനെ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ടാസ്ക് അസൈൻ ടു ദ വർക്ക് സ്റ്റേഷൻസ് ഓൺ ദ ലൈൻ, എന്നിട്ട് ആ ലൈനിലുള്ള ഓരോ വർക്ക് സ്റ്റേഷനിലേക്കും നമ്മൾ ആ ചെറിയ വർക്കുകളെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും ലേബേഴ്സിന്. കാരണം ആ ഓരോ വർക്ക് സ്റ്റേഷനിലുള്ളവർക്കും സെയിം വർക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിട്ട് അവർ സ്പെഷ്യലൈസ്ഡ് ലേബേഴ്സായി മാറും. ആൻഡ് ലിമിറ്റഡ് സെറ്റ് ഓഫ് ടാസ്ക് മാത്രമാണ് അവർക്ക് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അസംബ്ലി ലൈൻ മോഡലിൽ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ് മെയിനായിട്ട് വരുന്നത്. വേരിയസ് ടാസ്കുകൾ ഉണ്ടാവും. ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഒത്തിരി അധികം ടാസ്കുകൾ ചെയ്യേണ്ടതാണെങ്കിൽ അവിടെ ഇൻ്റർചേഞ്ചബിൾ പാർട്സ് ആർ ആഡഡ് ടു എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് അല്ലേ, അങ്ങനത്തെ പാർട്സുകൾ ആഡ് ചെയ്യേണ്ടി വരിക. അതൊരു സീക്വൻഷ്യൽ മാനറിൽ തന്നെ വേണ്ടി വരിക. അതായത് നമുക്ക് ഇടയ്ക്ക് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലായിട്ട് മാത്രം ചെയ്യാൻ പറ്റുക. അറ്റ് എ സ്റ്റേഷൻ, ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ടു പ്രൊഡ്യൂസ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. മാസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി ലേഔട്ട്, പാർട്സ് ആർ അസംബിൾഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു ദ ഫൈനൽ പ്രൊഡക്റ്റ് ആസ് എ യൂണിറ്റ് മൂവ്സ് ഫ്രം സ്റ്റേഷൻ ടു സ്റ്റേഷൻ. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലേ ഔട്ട് ആവും, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ ചേർത്തിക്കൊണ്ട് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുന്ന സംഭവമായിരിക്കാം. ഈ മെത്തേഡിനാണ് അസംബ്ലി ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. വർക്ക് അഡ്വാൻസ് ഫ്രം സ്റ്റേഷൻ ടു സ്റ്റേഷൻ വിതിൻ ദ സെയിം സ്റ്റിപ്പുലേറ്റഡ് എമൗണ്ട് ഓഫ് ടൈം ഈസ് എസെൻഷ്യൽ ടു പ്രൊഡ്യൂസ് എ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് അസംബ്ലി ലൈൻ. കാരണം നമ്മളൊരു അസംബ്ലി ലൈൻ പറഞ്ഞാൽ തന്നെ സ്കൂളിലൊക്കെ നിൽക്കുന്ന നമുക്കറിയാം അല്ലേ, ഒരേ വരി നിരയായിട്ട് നിൽക്കുന്ന പോലെ. അപ്പോൾ ഇവിടെ വർക്കും അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയിൽ കയറിയിട്ട് നമുക്ക് പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്കൊക്കെ ഓരോ സ്റ്റേഷനിലും എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പെർഫെക്റ്റ് ബാലൻസ് എന്തായാലും ഒരിക്കലും ഇത് പോസിബിൾ അല്ല. കാരണം അവിടെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ചിലവിടെയൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. എങ്കിലും ഒരു പരിധി വരെ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് us ടു അച്ചീവ് ഒരു ബാലൻസിങ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ഒരു മെത്തേഡ് അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന അസംബ്ലി ലൈൻ ബാലൻസിങ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ സ്ട്രാറ്റജിയാണ്. ഇത് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റൻറ്റഡ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മൾ എത്ര റേറ്റ് ആണോ ഒരു പ്രൊഡക്ഷൻ നടത്താമെന്ന് നമ്മൾ ഊഹിക്കുന്നത്, ആൻഡ് പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വിത്തിൻ എ പെർട്ടിക്കുലർ ടൈം ഫ്രെയിം, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് എത്ര ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മിനിമൈസേഷൻ ഓഫ് നമ്പർ ഓഫ് വർക്ക് സ്റ്റേഷൻ, നമ്മൾ പരമാവധി വർക്ക് സ്റ്റേഷൻ്റെ നമ്പർ കുറയ്ക്കുക, പ്രൊഡക്ഷൻ റേറ്റ് കൂട്ടുക. ഇതാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത്. അസംബ്ലി ലൈനിൽ പ്രധാനമായിട്ട് ഡിസൈൻഡ് ഇഫക്റ്റീവ്ലി ആൻഡ് ടാസ്ക് നീഡ്സ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് വർക്കേഴ്സ്. അസംബ്ലി ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? കൃത്യമായിട്ടും ഇഫക്റ്റീവായിട്ടും ടാസ്കിനെ അസൈൻ ചെയ്ത് കൊടുക്കുക വർക്കേഴ്സിൻ്റെ ഇടയിൽ. അതുപോലെ മെഷീൻസും വർക്ക് സ്റ്റേഷൻസും ഒക്കെ അവിടെ പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റ് അല്ലേ എന്ന് ഉറപ്പ് വരുത്തുക ആ ഒരു പ്രോസസ്സിൽ. അത് അങ്ങനെ തന്നെ അവരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അതെല്ലാം കംപ്ലീറ്റ് ആവില്ലേ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അസംബ്ലി ലൈൻ ബാലൻസിങ് ഓൾസോ ഡിഫൈൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അസൈനിങ് പ്രോപ്പർ നമ്പർ ഓഫ് വർക്കേഴ്സ്, ഒരു വർക്ക് ചെയ്യാൻ എത്ര നമ്പേഴ്സ് ആളുകളാണോ വേണ്ടത് അത്രയും വർക്കേഴ്സിനെ തന്നെ അസൈൻ ചെയ്യുക. എത്ര മെഷീൻസ് വേണം ഓരോ ഓപ്പറേഷന് അത് നമ്മൾ സംയോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ വന്നാൽ മാത്രമാണ് ആ റിക്വയർഡ് പ്രൊഡക്ഷൻ റേറ്റ് നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. വെരി പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അസൈൻ വർക്ക് ലോഡാണ്. ഓരോ വർക്ക് സ്റ്റേഷനും എത്ര വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഏകദേശം ഒരു എമൗണ്ട് ഓഫ് വർക്ക് ടു ബി ഡൺ, എത്ര എമൗണ്ട് ഓഫ് വർക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞു, ഇനി എത്ര ചെയ്യാനുണ്ട്, നമ്മൾ പറഞ്ഞ സമയം എത്രയാണ്, അതിനുള്ള വർക്കേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ലേ ഔട്ട് എല്ലാം കറക്റ്റ് ആണോ, മെഷീൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അസംബ്ലി ലൈൻ. ഇനി എത്ര ടൈപ്പ് ഉണ്ട്? പ്രധാനമായിട്ടും മെനി ടൈപ്സ് ഓഫ് അസംബ്ലി ലൈൻ സിസ്റ്റംസ് സച്ച് സിംഗിൾ മോഡൽ അസംബ്ലി ലൈൻ ഉണ്ട്, മിക്സഡ് മോഡൽ അസംബ്ലി ലൈൻ ഉണ്ട്, മൾട്ടി മോഡൽ അസംബ്ലി ലൈൻ ഉണ്ട്. പ്രധാനമായിട്ടും ഈ മൂന്നെണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിംഗിൾ മോഡൽ അസംബ്ലി ലൈൻ. അതിൻ്റെ പേര് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അവിടെ എന്താണ്? സിംഗിൾ മോഡൽ അസംബ്ലി ലൈൻ ഈസ് എ ടൈപ്പ് ഓഫ് അസംബ്ലി ലൈൻ ഇൻ വിച്ച് അസംബ്ലേഴ്സ് വർക്ക് ഓൺ ദ സെയിം പ്രൊഡക്റ്റ്. ഇവിടെ അസംബ്ലേഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? ഒരു സെയിം പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള വർക്കായിരിക്കും. അതായത് ഒരേ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ചെയ്യുന്ന വർക്കിനെയാണ് സിംഗിൾ മോഡൽ അസംബ്ലി ലൈൻ എന്ന് പറയുന്നത്. അതേസമയം രണ്ടാമത്തെ മെത്തേഡാണ് മിക്സഡ് മോഡൽ അസംബ്ലി ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പ്രത്യേകത? ഈ ഒരു മോഡലിൽ പ്രാക്ടീസ് ഓഫ് അസംബ്ലിങ് സെവറൽ ഡിസ്റ്റിങ്ക്റ്റ് മോഡൽസ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ പല മോഡൽസ് ഓൺ ദ സെയിം അസംബ്ലി ലൈൻ, അതേ അസംബ്ലി ലൈനിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ പല മോഡൽസ് അവിടെ ചെയ്യുക വിത്തൗട്ട് ചേഞ്ച് ഓവേഴ്സ്. പ്രത്യേകിച്ച് ആളുകളെയോ മെഷീൻസോ ഒന്നും മാറ്റാതെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് ആണ് അവിടെ നോക്കുന്നത്. ആൻഡ് ദെൻ സീക്വൻസിങ് ദോസ് മോഡൽസ് ഇൻ എ വേ ദാറ്റ് സ്മൂത്ത്സ് ദ ഡിമാൻഡ് ഫോർ അപ്സ്ട്രീം കോമ്പോണൻസ്. അതിനുശേഷം നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് അതിലേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് മാത്രം. സെറ്റപ്പ് ടൈം ബിറ്റ്വീൻ മോഡൽസ് കുഡ് ബി റെഡ്യൂസ്ഡ് സഫീഷ്യൻ്റ്ലി ഇനഫ് ടു ബി ഇഗ്നോർഡ്. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു സമയം നമുക്ക് ആ ഒരു സമയപരിധി കുറയ്ക്കാനും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഇഗ്നോർ ചെയ്യാനും. അതുകൊണ്ട് തന്നെ ഇൻ്റർമിക്സ്ഡ് ആയിട്ടുള്ള മോഡൽ സീക്വൻസ് ക്യാൻ ബി അസംബിൾഡ് ഓൺ ദ സെയിം ലൈൻ. ഒരേ ലൈനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മോഡൽ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ചെയ്തെടുക്കാൻ പറ്റും. ഇൻസ്പൈറ്റ് ഓഫ് ട്രെമൻഡസ് എഫേർട്സ്, ഒരുപാടൊന്നും അധ്വാനം എടുക്കാതെ തന്നെ പ്രൊഡക്ഷൻ സിസ്റ്റം കുറച്ചുകൂടി വേഴ്സറ്റൈൽ ആയിട്ട് അല്ലെങ്കിൽ യൂഷ്വലി റിക്വയർസ് വെരി ഹോമോജിനസ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. നമുക്ക് ഒരേ രീതിയിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മിക്സഡ് മോഡൽ അസംബ്ലി ലൈൻ എന്ന് പറയുന്നത്. മൾട്ടി മോഡൽ അസംബ്ലി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ സപ്പോർട്ട്സ് പ്രോസസ് മാനുഫാക്ചറിങ് വേർ മൾട്ടിപ്പിൾ ഓർ സിംഗിൾ കോമ്പോണൻസ് ആർ റൺ ത്രൂ എ പ്രോസസ്സിംഗ് ലൈൻ. ഒരു പ്രോസസ്സിംഗ് ലൈനിലൂടെ ഒരു സിംഗിൾ കോമ്പോണൻസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോമ്പോണൻസോ പോയിക്കൊണ്ടേയിരിക്കും വിച്ച് ഡെലിവർ മൾട്ടിപ്പിൾ എൻഡ് ഐറ്റംസ് ഓർ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ഇതിൻ്റെ പ്രത്യേകത ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുമ്പോൾ തന്നെ ഒരു മൾട്ടിപ്പിൾ ലെവലിലായിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റുകൾ കിട്ടുക. വേസ്റ്റ്, കാരണം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ വേസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും. അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സീരിയൽ അല്ലെങ്കിൽ ലോട്ട് കൺട്രോൾ ഫോർ കോമ്പോണൻസ് ആൻഡ് എൻഡ് ഐറ്റംസ് ഈസ് അവൈലബിൾ ആൻഡ് ഈസ് എ വെറൈറ്റി ഓഫ് കോസ്റ്റിംഗ് ആൻഡ് ഈൽഡ് മെത്തേഡ്. ഒരുപാട് വെറൈറ്റി കോസ്റ്റിംഗ് മെത്തേഡുകളും ഈൽഡ് മെത്തേഡുകളൊക്കെ ഇതിലൂടെ നമുക്ക് സാധ്യമാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ സെയിം പ്രൊഡക്റ്റിൻ്റെ മുകളിൽ വർക്കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. രണ്ടാമത്തേൽ അസംബ്ലി ലൈനിൽ നിന്നുകൊണ്ട് തന്നെ അതേ പ്രോസസ്സിൽ നിന്നുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ സിംഗിൾ കോമ്പോണൻറ്റോ അല്ലെങ്കിൽ മൾട്ടിപ്പിളോ ആയിട്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുമ്പം അതിൻ്റെ എൻഡ് റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കാം. ഇതാണ് മൾട്ടി മോഡൽ അസംബ്ലി ലൈൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു അസംബ്ലി ലൈൻ ബാലൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്? ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ഒരു ഗുണം എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, റെഡ്യൂസ് വെയിറ്റിംഗ് വേസ്റ്റ്. വെയിറ്റിംഗ് വേസ്റ്റ് ഈസ് വൺ ഓഫ് ദ മേജർ വേസ്റ്റ് ഇൻ എനി പ്രൊഡക്ഷൻ സിസ്റ്റം. നമ്മൾ അതായത് ഒരു പ്രൊഡക്ഷൻ കഴിയുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അല്ലേ, അതിൻ്റെ അവസാനം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്തുണ്ടാവാം? സാധാരണഗതിയിൽ വേസ്റ്റ് ഒരുപാട് ഉണ്ടാവാം. ഇറ്റ് റെഫേഴ്സ് ടു എനി ഐഡിൽ ടൈം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമയം അവിടെ വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഐഡിൽ ടൈം ദാറ്റ് ഒക്കേഴ്സ് വെൻ ഓപ്പറേഷൻസ് ആർ നോട്ട് ഫുള്ളി സിങ്ക്രണൈസ്ഡ്. ഇവിടെ എല്ലാ പ്രവർത്തികളെയും നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏകീകരിച്ചുകൊണ്ടൊന്നല്ല നമ്മളിവിടെ ചെയ്യുന്ന. ഒരുപാട് ഐഡിൽ ടൈമൊക്കെ അവിടെ ഉണ്ടാവും. ഇവിടെ എക്സാമ്പിൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെയിറ്റിംഗ് വേസ്റ്റ് ഒക്കേഴ്സ് വെൻ ഓപ്പറേറ്റേഴ്സ് ആർ വെയിറ്റിംഗ് ഫോർ മെറ്റീരിയൽസ് ഓർ സം വൺ എൽസ് ടു കംപ്ലീറ്റ് ദെയർ ടാസ്ക്. എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ ഇവിടെ ഓപ്പറേറ്റേഴ്സൊക്കെ ആ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എക്യുപ്മെൻറ്റ് ഡൗൺ ടൈം ഡ്യൂറിങ് വിച്ച് എക്യുപ്മെൻറ്റ് ഈസ് നോട്ട് ഓപ്പറേറ്റിംഗ് ഈസ് അനദർ എക്സാമ്പിൾ. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന മെഷീനറീസ് ഒന്നും എല്ലാ സമയത്തും വർക്ക് ചെയ്യുന്ന ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ അവിടെ അത് ഐഡിയലായി കിടക്കുമ്പോഴും നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ലൈൻ ബാലൻസിങ് എൻഷുർ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ ഓപ്പറേഷൻസും മെഷീൻസും ഒക്കെ ഒരുമിച്ച് ഒരു ബാലൻസ്ഡ് ലെവലിൽ വർക്ക് ചെയ്യുന്നില്ലേ എന്ന് നമുക്കറിയാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നോ ഓപ്പറേറ്റർ ഓർ മെഷീൻ ഷുഡ് ബി ഓവർ ബേർഡൻഡ് ഓർ ഐഡിൽ. അതായത് നമ്മുടെ ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർമാരും അല്ലെങ്കിൽ ഒരു മെഷീനും
അനാവശ്യമായിട്ട് ഉപയോഗിക്കാനും പാടില്ല, ആവശ്യത്തിന് എത്താത്ത അവസ്ഥയും ഉണ്ടാവരുത്. അത് വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഹെവി വർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കും പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. ആ ഡൗൺ ടൈം ഒന്നും അല്ലാതെ പോകുന്ന ആ സമയങ്ങളെ നമ്മളൊന്ന് കുറച്ചെടുക്കുക. ലൈൻ ബാലൻസിങ്, റെഡ്യൂസിങ് വെയിറ്റിംഗ് വേസ്റ്റ്, അങ്ങനെ ആ ഒരു വേസ്റ്റായി പോകുന്ന ആ ഒരു കുറേ ടൈമിനെ നമുക്കൊരു പരിധി വരെ റെഡ്യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡിൽ പറയുന്നത് റെഡ്യൂസ് ഇൻവെൻട്രി വേസ്റ്റ്. ഇനി പറയുന്നത് ഇൻവെൻട്രി വേസ്റ്റ് ആണ് വേറൊരു വേസ്റ്റ് എന്ന് പറയാം. ആദ്യം പറഞ്ഞത് നമ്മൾ ശരിക്കും സമയവും അല്ല ഒരുപാട് ആളുകളുടെ ജോലി, മെഷീൻ വർക്ക് ചെയ്യേണ്ടതൊക്കെയാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ ഇൻവെൻട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ്, ഇറ്റ് കറസ്പോണ്ട്സ് ടു എക്സസ് ഓഫ് റോ മെറ്റീരിയൽ. നമുക്ക് വളരെ അധികം റോ മെറ്റീരിയൽ അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കുറേ ഉണ്ടാവുക, ഫിനിഷ്ഡ് ഗുഡ്സ് കുറേ ഉണ്ടാവുക. ഇൻവെൻട്രി വേസ്റ്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അതായത് കൃത്യമായിട്ട് നമുക്ക് ക്യാപിറ്റലിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ കാര്യക്ഷമമായ ഒരു പ്രവർത്തനം ഉണ്ടാവുന്നില്ല. ലൈൻ ബാലൻസിങ് സ്റ്റാൻഡേർഡൈസ് പ്രൊഡക്ഷൻ. ലൈൻ ബാലൻസിങ് എന്താണ് ചെയ്യേണ്ടത്? പ്രൊഡക്ഷനെ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ സാധിക്കുക. എങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക? കറക്റ്റ് വ്യക്തികളും കറക്റ്റ് എക്യുപ്മെൻസും കറക്റ്റ് സമയത്തും ഒക്കെ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടാവും. ഇറ്റ് ഈസ് വെരി ഈസി ടു അവോയ്ഡ് ബിൽഡ് അപ്സ് ആൻഡ് സർപ്ലസ് ഇൻവെൻട്രി. അപ്പോൾ അതുവഴി നമുക്ക് കുറച്ച് ബിൽഡപ്സും അല്ലെങ്കിൽ സർപ്ലസ് ഇൻവെൻട്രിയും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബൈ റെഡ്യൂസിങ് ഐഡിൽ ടൈം. ഈ വെറുതെ പോകുന്ന ഈ സമയങ്ങളെയൊക്കെ നമുക്കൊരു പരിധിവരെ കുറച്ച് കൊണ്ടുവന്നിട്ട് ലൈൻ ബാലൻസിങ് എന്താണ് എൻഷുർ ചെയ്യുന്നത്? ദർ ഈസ് എ മിനിമം വർക്ക് ഇൻ പ്രോഗ്രസ്. എപ്പോഴും നമ്മൾ പണി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതൊരു മിനിമം വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞാൽ അബ്സോർബ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇറഗുലാരിറ്റീസ്. ഈ ഒരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഒരുപാട് വേരിയേഷൻസിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരുപാട് അധികവും ആവരുത്, ഒരുപാട് കുറവും ആവരുത്. ബാലൻസ്ഡ് പ്രൊഡക്ഷൻ ലൈൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം, എന്നാൽ ആവശ്യത്തിന് ഫ്ലെക്സിബിളും ആയിരിക്കണം. വല്ല മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധ്യമാവണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇഫ് കസ്റ്റമർ ഡിമാൻഡ് ചേഞ്ച് ആവുമ്പം ഓപ്പറേഷൻസ് അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കണം. കോൺസിക്വൻസസ് ഓഫ് ചേഞ്ചസ് അങ്ങനെ വരുത്തിയത് കൊണ്ട് വല്ല പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ബാലൻസ്ഡ് പ്രൊഡക്ഷൻ ലൈൻ എപ്പോഴും നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലൈനിലൂടെ ആയിരിക്കണം അത് മൂവ് ചെയ്യേണ്ടത്. ദസ് മച്ച് ഈസിയർ ടു മോഡിഫൈ ദ ലൈൻ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വേണം ആ ലൈനിൻ്റെ പ്രവർത്തനങ്ങളെ മോഡിഫൈ ചെയ്യേണ്ടതും പ്രൊഡക്ഷൻ റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. ഇതിനെയാണ് മൂന്നാമത്തെ മെത്തേഡിൽ പറയുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നാലാമത്തേൽ പറയുന്നത് റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റ്. നല്ലൊരു പെർഫെക്റ്റ് ലൈൻ ബാലൻസിങ്ങിലൂടെയാണ് വർക്കേഴ്സും മെഷീൻസ് എല്ലാം പെർഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓപ്പറേറ്റർക്കും അനാവശ്യമായിട്ട് വെറുതെ സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. ഒരു മെഷീനും അതിൻ്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാതെ ഇരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മാൻ പവറും മെഷീൻ കപ്പാസിറ്റിയും എപ്പോഴും നമുക്ക് മാക്സിമൈസ് ചെയ്യണം. ഈ തരത്തിലുള്ള പ്രോസസ് എഫിഷ്യൻസി റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുവഴി എന്താണ്? കോസ്റ്റ് കുറയ്ക്കാനും കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമുക്കിത് പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയെന്ന് പറയുന്നുള്ളൂ. എന്താണ് അസംബ്ലി ലൈൻ ബാലൻസിങ് എന്ന് പറയാം. അതേപോലെ തന്നെ അതിൻ്റെ 3 മോഡൽസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ്, ഒരു ഫേം ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ: ഒന്ന്, വെയിറ്റിംഗ് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, ഇൻവെൻട്രി വേസ്റ്റ് കുറയ്ക്കാം, ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ട് ഫേം ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഈക്വലാക്കി കൊണ്ടുവരാം. പിന്നെ പ്രോഫിറ്റ് മാക്സിമം കൂട്ടാനും കോസ്റ്റ് മാക്സിമം കുറയ്ക്കാനും ഒക്കെ ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.